വക്രദൃഷ്ടി തുടരുന്നു. KSRTCയെ പോലുള്ള ഒരു സ്ഥാപനത്തിൽ സമരം ചെയ്യുന്ന തൊഴിലാളികൾ ഇരിക്കുന്ന കൊമ്പാണ് മുറിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നില്ല. ജീവനക്കാരുടെ ഷിഫ്റ്റും മറ്റും തീരുമാനിക്കുന്നത് തൊഴിലാളികൾക്ക് വേണ്ടിയല്ല, കോർപ്പറേഷനിലെ പണി നടക്കാനാണ്. പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ചർച്ചകൾ നടത്താം, അല്ലാതെ പണിമുടക്കിന് പോകുന്നത് ചുവരില്ലാതെ ചിത്രം എഴുതാൻ പോകുന്നത് പോലെയാണ്. എന്റെ മോനൊരു ഉദ്യോഗം വേണം. BA-BEdകാരനായതുകൊണ്ട് അധ്യാപക വൃത്തി തന്നെ വേണമെന്ന് കടുംപിടുത്തൊന്നുമില്ല കേട്ടോ. സർക്കാർ ജോലി വേണമെന്നില്ല. KSRTCയിലാവരുന്നുള്ള ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ. പറക്കും തളിക, ഇത് മനുഷ്യരെ കറക്കും തളിക. പിന്നെ ഇന്ന് തന്നെ സർവീസുകൾ പുനരാരംഭിക്കണമെന്ന് എൻ്റെ ആവശ്യം യൂണിയനുകൾ അംഗീകരിച്ചിരിക്കുകയാണ്. ഈ പണിമുടക്കിന്ന് പിന്മാറിയ സംഘടനകൾ KSRTC മെക്കാനിക്കിൻ്റെ വിഷയങ്ങൾ പറയാനല്ല അവരവിടെ ചെന്നത്. KSRTCയുടെ മെക്കാനിക്കിൻ്റെ പ്രതിനിധികൾ അവിടെ ഇല്ലായിരുന്നു. ഇവിടെ അംഗീകാരമുള്ള രണ്ട് സംഘടനകൾ അവർ പണിമുടക്കിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി. അതിനുശേഷം അവർ പണിമുടക്കിന് പിന്മാറി എന്ന് പറഞ്ഞാൽ അത് KSRTCയിലെ 4000-ഓളം വരുന്ന മെക്കാനിക്കിന് നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് ഞങ്ങൾ ശക്തമായ സമരത്തിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ്. മാത്രമല്ല KSRTCയിൽ വിദ്യാഭ്യാസം ഉള്ളതാണ് മെക്കാനിക് എന്ന് പറയുന്നത്. ഡിപ്ലോമയും ITയും കഴിഞ്ഞിട്ട് 3 വർഷത്തെ എക്സ്പീരിയൻസും കഴിഞ്ഞ് KSRTC കയറുമ്പോൾ വെറും 10ാം ക്ലാസ്സായിരുന്നു ലൈസൻസ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് DTO, ATO, CTO പിന്നെ സോണൽ മാനേജർ ഉൾപ്പെടെയുള്ള മുകൾ തസ്തികയിലേക്ക് പോയി അവരൊരു വിഭാഗം മാത്രം മാനേജ്മെന്റ് തലപ്പത്തി ഇരുന്നുകൊണ്ട് തൊഴിലാളികൾക്ക് മുഴുവൻ സസ്പെൻഷനാണ്. ഒരു മെക്കാനിക്ക് പോലും സംസാരിക്കാൻ പോകാതെ ഇവരെ സമരം പിൻവലിച്ചു. എന്താണ് ഇവർ സമരം പിൻവലിക്കാനുണ്ടായ കാരണം എന്താണ്? ഒരു യൂണിയൻ നേതാക്കൾ ഇവിടെ വന്ന് നമ്മളോട് പറയട്ടെ, ഇന്ന നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിച്ചു, നിങ്ങൾ ജോലിക്ക് കയറണം. ഞങ്ങൾ ജോലിക്ക് കയറാൻ തയ്യാറാണ്. നമ്മളെ നിർബന്ധമായി പ്രഖ്യാപിക്കുന്നു, എല്ലാവരും ഡ്യൂട്ടി കയറുന്നു, നമ്മളും ഡ്യൂട്ടി കയറുന്നു. യഥാർത്ഥത്തിൽ ഇന്ന് മെക്കാനിക്കൽ എന്ന് പറയുന്നത് ഒരു അടിമവർഗം പോലെയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കടുകഠോര കുടുസകടമാണു ശനി ശരണമാരു ശിവനെ, ഗതികെട്ടൊരു വട്ടന് വീറപ്പൊട്ടനൊരിട്ടം വന്നതുപോലെ ഇതാ ഈ നുസുകാരനൊരു ബസ് വാങ്ങിയതൊരസൽ സംഭവമായി. ഇത് ഒരാഴ്ച ഒരാൾക്ക് ഒരു നൈറ്റ് ഡ്യൂട്ടി ചെയ്യേണ്ടി വരത്തുള്ളൂ, പിന്നെ അടുത്ത മാസത്തിൽ മതി. സ്ഥിരമായി 2 ദിവസം ഉറക്കമൊഴിഞ്ഞാൽ 3ാമത്തെ ദിവസം ഒരാളുടെ മൈൻഡ് എങ്ങനെയായിരിക്കുമെന്ന് ചിന്തിക്കാനുള്ള കോമൺ സാധ്യത പോലും ഇവർക്കില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എങ്കിൽ ഈ ആൾക്കൂട്ടത്തിന് മുമ്പിലെ താങ്കൂടെ കയറി നിന്നു. വീട് കത്തിക്കാൻ നിൽക്കുന്നവരവരല്ല. എന്നിട്ട് എല്ലാവരും കൂടെ ചേർന്ന് ഞങ്ങളെ കൂടെ ചുട്ടെനിക്ക്. അതോടെ നിങ്ങളുടെ കടബാധ്യത തീരുമെങ്കിൽ ഒന്നടങ്കം തീരട്ടെ. ഉള്ള കാര്യം പറയാമല്ലോ, എന്റെ നീ ഒരു 10 പൈസ കൂടെ എടുക്കാനില്ല. ആത്മഹത്യ ചെയ്യാനുള്ള തന്റെ ഇടവും ഞങ്ങൾക്കില്ല. കത്തിച്ചു. IT മേഖലയിൽ പോലും തുടർച്ചയായി രാത്രി ഡ്യൂട്ടിയുണ്ട്. അത് KSRTCയിൽ പറ്റില്ലെന്ന് മെക്കാനിക്കുകൾ പറഞ്ഞാൽ പിന്നെ അവരെ വെച്ചുകൊണ്ട് ഈ സ്ഥാപനം നടത്താൻ പറ്റുമോ? സമരം ചെയ്യുന്നവരെ വീട്ടിലിരുത്തി പകരം പുതിയ പിള്ളേരെ എടുക്കാൻ പോവുകയാണ് MD MG രാജമാണിക്യം. അതോടെ ഇപ്പോൾ യൂണിയനുകൾ എങ്ങനെ സമരം പിൻവലിക്കാനായിട്ട് വാഗ്ദാനം ചെയ്തിരുന്നു. പക്ഷേ കുറച്ച് ജീവനക്കാർ സമരത്തിൽ ഇപ്പോഴും തുടരുന്ന പ്രവണത ഉണ്ടായിരുന്നു. തനിക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ എന്നെ പിടിച്ചു വിടോ, അല്ലെങ്കിൽ വേണ്ട, തന്റെ ഈ കോപ്പിലെ ജോലി ഞാൻ രാജിവെച്ചേക്കണം. ഇതാ എന്റെ 2ാമത്തെ രാജിക്കത്ത്. ഇന്നലത്തെ കമ്പയർ ചെയ്യുമ്പോൾ ഇന്നലെ ഒരാളും കയറി ചെയ്യുന്നുണ്ട്, പക്ഷേ ഇന്ന് ആൾക്കാർ കയറിയിട്ടുണ്ട്. നമുക്ക് 40% ഇപ്പോൾ അറ്റൻഡൻസ് ഉണ്ട്. എംപാനൽ വിഭാഗം ജീവനക്കാരെ തന്നെ പിരിച്ച് വിടുമെന്നുള്ള ഒരു നടപടിയിലേക്ക് പോയപ്പോൾ മിക്കവാറും എംപാനൽ ജീവനക്കാർ എല്ലാ സ്ഥലങ്ങളിലേക്കും കയറിയിട്ടുണ്ട്. ശരി, നിന്റെ രാജിക്കത്ത് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. നിനക്ക് പിരിഞ്ഞു പോകാം. അങ്ങനെ അങ്ങോട്ട് പോകാൻ വരട്ടെ. എന്റെ ഗ്രാറ്റുവിറ്റി, പ്രവണമന്റ്, ബോണസ് എല്ലാം കൈയോടെ ഇപ്പൊ തന്നെ എനിക്ക് കിട്ടണം. ഇപ്പൊ തന്നെ കിട്ടണം. എനിക്ക് എത്ര ചെറിയ കേട്ടൂടെ? കിട്ടണം. നമുക്കിപ്പോൾ കിട്ടിയ ഒരു ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ എംപാനൽ ജീവനക്കാർ 80-90% കയറിയിട്ടുണ്ട്. കേരള ആൾക്കാരെ ഇപ്പോൾ പിരിച്ചുവിടാനായിട്ടുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ബോണസ്, ഗ്രാറ്റുവിറ്റി, മുതലാളി ഒന്ന് പേടിപ്പിച്ച് വിട്ടാൽ മതി, ഞാൻ ശരിയായിക്കോളൂ. മിണ്ടരുത്. വീണ്ടും ഒരു ഇടവേള കൂടി. സെൻകുമാർ കാത്തിരിക്കും.
എന്നോടൊപ്പം കരുണ കാണിക്കണം സാർ. ഗിരിജ, നിന്റെ കയ്യിൽ അല്പം കരുണയുണ്ടെങ്കിൽ ഇയാൾക്ക് കാണിച്ചു കൊടുക്കുക. ഞങ്ങൾ ആരോടും കരുണ കാണിക്കാറില്ല. പോണം പോണം പോണം. സെൻകുമാർ കാത്തിരിക്കുകയാണ്. DGPയുടെ കസേര സർക്കാർ തിരികെ തരുമെന്ന പ്രതീക്ഷയിൽ. സുപ്രീം കോടതി വിധിച്ചിട്ടും സർക്കാരിൻ്റെ സംശയങ്ങൾ തീരുന്നില്ല. വിശദീകരണ ഹർജിയുമായി വീണ്ടും കോടതിയെ സമീപിക്കുകയാണ്. സംശയമെല്ലാം തീരുമ്പോഴേക്കും സെൻകുമാറിന് റിട്ടയർ ചെയ്യേണ്ട സമയമാകും. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം DGPയുടെ കസേരയിൽ വീണ്ടും ഇരിക്കണം. സെൻകുമാർ കാത്തിരിക്കുകയാണ്. സാർ, എന്നോടൊപ്പം കരുണ കാണിക്കണം സാർ. ഗിരിജ, നിന്റെ കയ്യിൽ അല്പം കരുണയുണ്ടെങ്കിൽ ഇയാൾക്ക് കാണിച്ചു കൊടുക്കുക. ഞങ്ങൾ ആരോടും കരുണ കാണിക്കാറില്ല. പോണം പോണം പോണം. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, ഞാനിപ്പോൾ ഗവൺമെൻറ്റായിട്ടൊരു ഫൈറ്റിനൊന്നും പോകുന്ന എന്താണ് അങ്ങനെയല്ലല്ലോ ഉദ്ദേശം. അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങളൊന്നും നമ്മളിപ്പോൾ പറയുന്നത് ശരിയല്ല. എന്താണ് പറയുന്നത്, സാങ്കല്പികമായിട്ടുള്ള വരാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റി നമ്മളിപ്പോൾ പ്രിഡിക്റ്റ് ചെയ്യാൻ പോയാൽ അതിനെടുക്കുന്ന നടപടികൾ പരസ്യമാക്കേ വേണ്ട. അത് വരട്ടെ. പക്ഷേ എനിക്കതേപ്പറ്റി യാതൊരു വേവലാതിയുമില്ല. നാട്ടിലെ നിഴൽ കൂട്ടമൊക്കെയും ആദരിപ്പവനോ ശശി, ആരുമില്ലിനി കാണുവാൻ ഇതു കേൾക്കുവാൻ അയാൾ ശശി നാട്ടുമുക്കിലെ. ചില കാര്യങ്ങൾ നമ്മൾ ഒരു സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ സ്റ്റെപ്പ് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റാതെ വരും. അത്രയേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സ്ഥിതിയിലേക്ക് ഞാൻ എത്തരുത് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ആ സ്റ്റെപ്പിലേക്ക് പോകാതിരുന്നത്. നാട്ടുമുക്കിലെ പാട്ടുപന്തലിൽ കാത്തിരിപ്പവനോ ശശി, തേച്ച ചായ മുരച്ചു ചുറ്റിനും തേപ്പുതീർത്തവനോ ശശി. ആ രേഖകൾ വാസ്തവത്തിൽ മറ്റു പലരുമാണ് എനിക്ക് തന്നത്. കാരണം ഇതിലെ റൈറ്റ് ടു ഇൻഫർമേഷൻ അനുസരിച്ച് 3 ഫയലിൻ്റെ ഞാനെല്ലാം എടുത്തത്. എനിക്ക് മറ്റ് പലരും എടുത്ത് അതുകൊണ്ടാണ് എനിക്ക് വളരെ സമയമെടുത്തത് കിട്ടാനായിട്ട്. പിന്നെ ഈ രേഖകളെല്ലാം ഈ പറയുന്ന 3 ഫയലിൻ്റെ രേഖകൾ, അതായത് പുട്ടിങ്ങൽ ഫയലിൻ്റെയും ജിഷയുടെയും പിന്നെ എന്നെ മാറ്റുന്ന ഫയലിൻ്റെയും, ഇതെല്ലാം നമ്മൾ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലുള്ള എല്ലാ നമ്മുടെ അഡ്വക്കേറ്റ്സിനും എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. എൻ്റെ അഫിഡവിറ്റ്സിലെ പ്രധാന ഭാഗങ്ങളാണ് അതൊക്കെ. ആരുമില്ലിനി കാണുവാൻ ഇതു കേൾക്കുവാൻ അയാൾ ശശി നാട്ടുമുക്കിലെ പാട്ടുപന്തലിൽ. ഇതോടെ ഇന്നത്തെ വക്രദൃഷ്ടി സമാപിക്കുകയാണ്. വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.